الحمد لله الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد لا إله إلا الله الموجود بكل زمان لا إله إلا الله المعبود بكل مكان لا إله إلا الله المعروف بكل إحسان لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مكة منيل താരമേ പാതി റൗള വാഴുന്ന സോനമേ ഇഷ്കറിയാതെ ചൊല്ലിടുന്നീവർ സ്നേഹഗീതവും കേൾക്കണേ വസ്സലാമു അലൈക യാ رسول الله الصلاة والسلام عليك يا حبيب الله പാപമാലെ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
الصلاة والسلام عليك يا حبيب الله മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി മൗത്തിന് നേരത്തും ഉമ്മത്തിയെന്നു റത്തോരാ വാരിധി അസ്സലാത്തു മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും മഹ്മൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാകുമോ നബിയോരെ മടിയിൽ തലചായ്ക്കുമോ കണ്ണേ കണ്ണേ കൊതിത്തീരുമോ കനിവോര മണ്ണിൽ നീ വീഴുമോ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും മഹ്മൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാകുമോ നബിയോര മടിയിൽ തലചായ്ക്കുമോ കണ്ണേ കണ്ണേ കൊതിത്തീരുമോ കനിവോര മണ്ണിൽ നീ വീഴുമോ ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സ്റ്റേജിൽ വിട്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് സാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ റാഹത്തോടെ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെയുള്ള മരണം തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു അവരുടെ ഖബറുടെ റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പനിക്കാട് പാപ്പാന്റെ ആണ്ട് നേർച്ചയിൽ സംഗമിച്ച ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ, അല്ലാഹു മഹാന്റെ പൊരുത്തത്തിലും അവരുടെ തിരുനോട്ടത്തിലും മദതിലുമായി വളരാനും നാളെ അവരുടെ കൈപിടിച്ച് അല്ലാഹുവിന്റെ സ്വലോക സ്വർഗത്തിലേക്ക് കടന്നു പോകാനും ഈ ഒരു സദസ്സും ഈ ഒരു സമയവും ഒരു കാരണമാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ട മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ, എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ അല്ലാഹു ഭൂമി ലോകത്തേക്ക് നമ്മളെ അയക്കപ്പെട്ടത്, ആ ദൗത്യവും ലക്ഷ്യവും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നടത്തപ്പെടുന്നുണ്ടോ, നടക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു വിചിന്തനം നടത്തൽ നിർബന്ധമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തൊരുപാട് മനുഷ്യർ കടന്നു വന്നിട്ടുണ്ട്. സ്വേച്ഛാധിപതികളും ഒരുപാട് വലിയ വലിയ മഹാരഥന്മാരായ മഹത്തുക്കളും ലോകത്തെ കിടുകിട ഉറപ്പിച്ച
ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ കടന്നുപോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അള്ളാഹു തന്ന ആയുസ്സിലും അള്ളാഹു തന്ന ആരോഗ്യത്തിലും എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, ഏതൊരു ലക്ഷ്യം പുൽകാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിലുള്ളത് ഞാനും നിങ്ങളും കൽവിൽ കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു വലിയ വാസ്തവമായ കാര്യമാണ്. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയ ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ വലിയ മഹത്തുക്കളെ കുറിച്ച് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ വലിയ മഹത്തുക്കളെ കുറിച്ച് ഒരുപാട് കേട്ടവരാണ്, അറിഞ്ഞവരാണ്. തന്റെ വീട്ടിന്റെ ഉള്ളിൽ പല സമയങ്ങളും അവരുടെ പ്രകീർത്തനങ്ങൾ പാടിയവരാണ്, പറഞ്ഞവരാണ്. പക്ഷേ നമുക്കൊന്നും അവരെ കാണാനോ അവരുടെ ആ ഒരു ജീവിത സമയത്ത് അവരോടൊന്ന് ചേർന്ന് നിൽക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അല്ലാഹു നമ്മളെ അന്ന് ജനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ഈ ഒരു സദസ്സിൽ, ഈ ഒരു റൂസ് മുബാറക്കിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നമുക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഉപ്പാപ്പാനെ കാണുകയും അവിടുത്തവരുടെ സാന്നിധ്യം അറിയുകയും അവിടുത്തവരുടെ എല്ലാവിധ കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്, അല്ലെ? പല പല മഹാന്മാരെ കുറിച്ച് കേട്ടപ്പോഴും അവരൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ എന്റെ ഈ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും പ്രിയപ്പെട്ടവരെ കണ്ടവരാണ്, അവരെ കുറിച്ച് അറിഞ്ഞവരാണ്. ഈ നാട്ടിലെ ഈമാനികമായ ഈ ഒരു വെളിച്ചം ഇവിടെ നിലനിൽക്കാനുള്ള കാരണം പ്രിയപ്പെട്ട ഉപ്പാപ്പയാണെങ്കിൽ അതിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ഒരു വിശ്വാസത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന മഹിതമായ ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന, പിൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു വലിയ വഴിയിൽ സുദൃഢമായി ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അവരുടെ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത്? അല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനുള്ളത്? എന്തുകൊണ്ടാണ് അവരെ പിൻഗാമികളായി അവരെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്? അതുകൊണ്ട് സാധുക്കളായ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഈ ഒരു റൂസിൽ പങ്കെടുക്കുകയും ഇവിടുത്തെ തബറുക്കിൽ പങ്കെടുക്കുകയും എല്ലാ നിലക്കും ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോഴും പ്രിയപ്പെട്ട മഹാന്റെ ജീവിതത്തിൽ അവരെ കുറിച്ച് പഠിക്കുകയും ഏത് രൂപത്തിലാണ് നമ്മുടെ ജീവിതം മാറ്റേണ്ടതെന്ന് നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതില്ലേ? അവരൊക്കെ എങ്ങനെ ജീവിച്ചവരാണ്? അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, പടച്ച റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട്, ഈ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് തന്റെ ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ സുഖങ്ങളും എല്ലാ സുഹൃതങ്ങളും എല്ലാം മാറ്റിവെച്ച് അള്ളാഹിന്റെ ദീനിന് വേണ്ടി ജീവിക്കുമ്പോ അവരൊക്കെ കണ്ടിരുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. എല്ലാ സുഖങ്ങളിലും ജീവിച്ചവരാണ് അവർ, എല്ലാ സുഖങ്ങളിലും ജീവിച്ചവരാണ്. എല്ലാ സുഖങ്ങളിലും ജീവിച്ചവരാണ് അവർ. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, പടച്ച റബ്ബിന്റെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി തന്റെ ആയുസ്സും തന്റെ ജീവിതവും തന്റെ സമയവും എല്ലാം മാറ്റിവെച്ച് ഈ രൂപത്തിൽ അവർ ജീവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനല്ലേ? അവരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളില്ലാതെ ഇതുപോലെ ഉറൂസിൽ പങ്കെടുത്തിട്ടെന്താ? അല്ലെങ്കിൽ ഇതേപോലുള്ള മഹാരഥന്മാരെ നമ്മൾ സ്നേഹിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വേണം. ഇവർക്കൊക്കെ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അവർക്കൊക്കെ ഈമാനികമായ വലിയ പ്രഭ അവരുടെ ഖൽബിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ ഈമാനികപരമായ പ്രഭയാണ്, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇറക്കിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുന്ന, മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പറയുന്ന
ഏറ്റവും സുന്ദരമായ ആയത്തുകളും സൂറത്തുകളും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇറക്കുമ്പോ അതൊക്കെ മനുഷ്യന്റെ നന്മകൾക്ക് വേണ്ടി, മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി, ആ ചിന്തയോടുകൂടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടുനിന്ന് ആ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി പടച്ചറബ് ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും നമ്മളെ പഠിപ്പിക്കുമ്പോ അള്ളാഹു വല്ലാത്ത സുന്ദരമായ രൂപത്തിൽ തന്റെ ശരീരത്തെ പടച്ചു വെച്ചിട്ട് ആ പടച്ചറബ് ഈ ശരീരത്തിനെ നമ്മൾ സുന്ദരമാക്കാൻ ഏതൊക്കെ വസ്തുക്കളാണോ ഉപയോഗിക്കുന്നത്, ഞാനിന്നിവിടെ തലപ്പാവ് ധരിച്ചത്, ഞാനിന്നിവിടെ നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ചത്, ഞാനിന്ന് മോതിരം ധരിച്ചതൊക്കെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. ശരിക്കും തന്റെ ശരീരത്തിൽ നമ്മൾ കൂസു നടക്കുമ്പോ ഇതേവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ശരീരത്തെ സുന്ദരമാക്കുന്നത് പോലെ ഈ സൗന്ദര്യത്തെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ? ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ? അതേപോലെ തന്റെ ശരീരത്തിന്റെ അകത്തളത്തിൽ ഒരു അവയവമുണ്ട്. ആ അവയവത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ മുട്ടിയുടെ അത്ര വലുപ്പമുള്ള, തന്റെ കൈ ചുരുട്ടിപ്പിടിച്ചാൽ ആ മുട്ടിയുടെ അത്ര വലുപ്പമുള്ള ഒരു അവയവന് തന്റെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ രാജാതിരാജനായ റബ്ബ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ, ആ അവയവം നന്നാകാതെ, ആ അവയവത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം തീരാൻ നട്ടത്തിലാണ്. മാത്രമല്ല തന്റെ ശരീരത്തിലെ അവയവമാണ് നമുക്ക് നന്നായി കിട്ടേണ്ടത്. ആ അവയവം നന്നായാൽ മാത്രമാണ് അള്ളാഹുവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലുള്ള മഹാന്മാരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ഇതേപോലുള്ള മഹാന്മാർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവരുടെ അവയവം നന്നായി എന്നുള്ളതാണ്. ആ അവയവത്തെ കൊണ്ട് അള്ളാഹുവിനെ അവർക്ക് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളാകാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞതല്ലേ, ഫഅൽഹമഹാ ഫുജൂറഹാ വത്തഖ്വാഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പേടിച്ച് ജീവിക്കാൻ, തഖ്വയുള്ള മനുഷ്യനായി ജീവിക്കാൻ ഈമാനികമായ പ്രഭവന്റെ കൽബിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അത് കടന്നു വന്നാൽ മാത്രമാണ് അവന്റെ ഹൃദയം എന്ന് പറയുന്ന ശരീരത്തിലെ അവയവം നന്നാവുകയുള്ളൂ. തന്റെ ഹൃദയം നന്നാകണോ, ഈമാനികമായ ഒരു പ്രഭവന്റെ കൽബിലേക്ക് കടന്നു വരണോ. എത്ര വലിയ മോശപ്പെട്ട മനുഷ്യനാണെങ്കിലും, ഏതൊക്കെ രൂപത്തിൽ തെമ്മാടിത്തരത്തിലേക്ക് പോയപ്പെട്ടവനാണെങ്കിലും എല്ലാ തെമ്മാടിത്തരത്തിൽ നിന്നും മാറി നിൽക്കണോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനികമായ ഒരു പ്രഭവന്റെ കൽബിലേക്ക് കടന്നു വരണോ. അത് അള്ളാഹുവിനെ സ്നേഹിക്കലാണ്, അള്ളാഹുവിനെ അറിയലാണ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കൽബിൽ നിന്ന് പാടെ മാഞ്ഞു പോകുന്നതും അത് ഈമാനില്ല മുഅ്മിനേ. ആ ഈമാനിന്റെ പ്രകാശമല്ല മുഅ്മിനേ. പക്ഷേ ഈമാനെങ്ങാനും നമ്മുടെ കൽബിലേക്ക് കടന്നു വന്നാൽ പിന്നെ മറ്റൊരു തെറ്റിലേക്ക് പോകാൻ നമുക്ക് സാധിക്കൂല. അല്ലാഹു ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അത്തരത്തിലുള്ള എത്രയെത്ര ആളുകളാണ് നമ്മുടെ മുൻകഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളിലേക്കും നമുക്കൊക്കെ കടന്നു വരേണ്ടത് എല്ലാ തെറ്റുകളിൽ നിന്നും മാറികൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി ദുനിയാവിൽ ജീവിക്കണോ. അതുവരെ ഒരു മാർഗമാണ് നമ്മുടെ കൽബ് ശുദ്ധിയാകുക എന്നുള്ളത്. കൽബ് ശുദ്ധിയാകണമെങ്കിൽ അവന്റെ കൽബിലേക്ക് ഈമാൻ കടന്നു വരണം. എത്ര മോശപ്പെട്ട ആളാണെങ്കിലോ, നിങ്ങൾക്കറിയുമോ ഒരു കാലഘട്ടം കടന്നുപോയത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം. അല്ലാഹുവിന്റെ റസൂൽ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാകുമ്പോ ആ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാ മോശപ്പെട്ട സംഭവങ്ങളും ഉടലെടുത്ത സമയമാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്തുള്ള മനുഷ്യരെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പ്രബോധനം നടത്തിയപ്പോ, നിങ്ങൾ തെറ്റുകളിലേക്ക് പോകല്ല, മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സമൂഹത്തിനോട് പറഞ്ഞപ്പോഴാണ് കഅബാലയത്തിന്റെ മതാഫിൽ ചാരി നിന്നിട്ട് ആ കാലഘട്ടത്തിൽ
ലോകത്തിലുള്ള മനുഷ്യർ പറഞ്ഞല്ലോ, എന്താണ് മുഹമ്മദേ നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനോ, കള്ളുടിയിൽ നിന്ന് മാറി നിൽക്കാനോ, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കാനോ മുഹമ്മദേ ഞങ്ങൾക്ക് കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവര് തന്നെ പറഞ്ഞല്ലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവര് പറഞ്ഞതെന്താ, മുഹമ്മദേ നീ എന്താണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം പോലും വ്യഭിചരിക്കാതെ എനിക്ക് കിടന്നുറങ്ങാൻ കഴിയൂല, ഒരു ദിവസം എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കൂല. അങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ, അന്നൊരു പെണ്ണിനെ വ്യഭിചരിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല. രാത്രിയുടെ സന്ധ്യ മൂടവേ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നുപോയി. വ്യഭിചരിക്കാതെ എനിക്ക് കടന്നിട്ട് ഉറക്കം വരില്ല. ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ വ്യഭിചരിച്ചിട്ടാണ് അന്ന് പത്തെടുത്ത് മദ്യം കുടിക്കുന്ന കള്ളു കുടിക്കുന്ന ആളുകളാണ് ഞങ്ങള്. ഒരു ദിവസം ഞങ്ങൾക്ക് കച്ചവട സംഘത്തിനെയും കിട്ടിയില്ല. മദ്യം കഴിക്കാൻ കള്ളു കുടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല. അങ്ങനെ ഞാൻ നോക്കി നിൽക്കേ അതാ ദൂരെ നിന്നൊരു മനുഷ്യനിങ്ങനെ കടന്നു വരുമ്പോ, അതാ ദൂരെ നിന്നൊരു മനുഷ്യനിങ്ങനെ കടന്നു വരുമ്പോ ഞാനങ്ങ് ഓടിച്ചെന്ന മനുഷ്യന്റെ പക്കലേക്ക് ചെന്നിട്ട് അവരുടെ അടുക്കൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെന്റെ പിതാവാ, അതെന്റെ സ്വന്തം ഉപ്പയാണ്. പക്ഷേ എന്ത് തന്നെ വന്നാലും വേണ്ടില്ല, മദ്യം കഴിക്കാതിരിക്കാൻ കഴിയില്ല, കള്ളുടിക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ പിതാവിന്റെ കഴുത്തിലേക്ക് എന്റെ കയ്യിൽ നിന്ന് പിച്ചാത്തിയെടുത്ത് എന്റെ പിതാവിന്റെ കഴുത്തറുത്ത് ഞാൻ എന്റെ പിതാവിന്റെ കീശയിൽ നിന്ന് സമ്പത്തെടുത്ത് അതുകൊണ്ട് ഞാൻ കള്ളുകുടിച്ച ആളുകളാണ്. അങ്ങനത്തെ ഞങ്ങളെയാണോ നന്നാക്കാൻ നോക്കുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ മനസ്സിലാണില്ലേ, കേറില്ലേ, ഒന്നുമില്ലല്ലേ, ഒന്നാലോചിച്ച് അത്രയേറെ സ്വന്തം വാപ്പയെ കൊന്നിട്ട് പോലും ആ സമ്പത്തെടുത്ത് കള്ളുകുടിച്ചൊരു സമൂഹം. ഒരു നേരം മദ്യപിക്കാൻ വേണ്ടി തനിക്ക് ജീവൻ തന്ന തന്റെ പിതാവിന്റെ കഴുത്തിലേക്ക് കത്തിയറുത്ത് വെച്ച് ആ പിതാവിനെ കൊല ചെയ്തിട്ട് ആ പിതാവിന്റെ സമ്പത്തെടുത്തിട്ട് കള്ളുകുടിച്ചൊരു സമൂഹം മുൻകഴിഞ്ഞ കാലത്ത് കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്നത് പറയുമ്പോൾ അത്ഭുതമല്ല. ഇന്ന് പല വാർത്തകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കാണുന്നത് അത് തന്നെയാണ്. ഇവിടെ ഒരു പക്ഷെ കുറവായിരിക്കാം, പക്ഷേ നാടുകളിലൊക്കെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ വരുമ്പോൾ അത്ഭുതമാണ്. സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്ന് തന്റെ ആവശ്യത്തിന് വേണ്ടി, തന്റെ ലഹരി വസ്തു വാങ്ങാൻ വേണ്ടി, തനിക്ക് ആസ്വാദനം കിട്ടാൻ വേണ്ടി സ്വന്തം മാതാവിനെ കൊല ചെയ്തിട്ട് ആ മാതാവിന്റെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല മോട്ടിച്ചുകൊണ്ട് അത് വിറ്റിട്ട് തന്റെ ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്തിയ പുതിയ ചെറുപ്പക്കാരെ, പുതിയ കാല തലമുറയിലെ ചെറുപ്പക്കാരെ നമ്മളൊക്കെ ആ വാർത്തകളൊക്കെ ഒരുപാട് കേട്ടതാണ്. സ്വന്തം വല്യമ്മയും വല്യപ്പയും തലയറുത്തു വന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് കേൾക്കുമ്പോ അത്ഭുതമായി തോന്നിയിട്ടില്ല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ആ കാലഘട്ടത്തിലെ അവസ്ഥകൾ പറഞ്ഞു. ആ മനുഷ്യർക്കും പരിവർത്തനമുണ്ടായി, ആ മനുഷ്യർക്കും ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഇത്രത്തോളം മോശപ്പെട്ട സമൂഹത്തെ കുറിച്ച്, ഇത്രത്തോളം മോശപ്പെട്ട ഒരു വിഭാഗത്തെ കുറിച്ച് പിന്നീട് വന്ന സമൂഹം അവർക്കൊരു പേര് പറഞ്ഞു. കാട്ടാളന്മാരെന്ന്, രാക്ഷസന്മാരെന്ന്, മോശപ്പെട്ട ആളുകളെന്ന് പിൻകാലഘട്ടത്തിൽ ആളുകൾ പറയപ്പെട്ട അതേ സമൂഹത്തെ കുറിച്ച് പിൻകാലത്ത് വന്ന ആളുകൾ അവർക്കൊരു പേര് നൽകി. ഒരു പേരുമാറ്റത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഇത്രയേറെ മോശപ്പെട്ട ആളുകളെ കുറിച്ച് പിന്നീട് വന്ന കാലത്തുള്ള ആളുകൾ അവർക്ക് നൽകിയ പേരെന്തെന്നറിയോ? പൊട്ടിക്കരയുന്ന ജനത, കണ്ണീരിന്റെ ജനത. ആലോചിക്ക്, ഇത്രയേറെ മോശപ്പെട്ട ആളുകളെ കുറിച്ച് പിന്നീട്
പൊട്ടിക്കരയുന്ന ജനത. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പൊട്ടിക്കരഞ്ഞത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ കരഞ്ഞത്? മകളെ കെട്ടിക്കാൻ പ്രയാസപ്പെട്ടിട്ടല്ല, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലെ സുഖങ്ങളും ആർഭാടങ്ങളും കുറഞ്ഞു പോയതിനു വേണ്ടിയിട്ടല്ല. അവർ പൊട്ടിക്കരഞ്ഞത് എന്തിനു വേണ്ടിയെന്നറിയോ? ഖൗമൻ ബഖൗന മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞവരാണ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞവരാണ്. അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹുവിനെ പേടിച്ച് കരയാൻ മാത്രം ഒരു സമൂഹത്തിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ കൽബിലേക്ക് ഈമാനികമായ ഒരു പ്രഭ കടന്നു വന്നതാണ്. ഈമാനികപരമായ പ്രഭ കടന്നു വന്നു. എത്ര മോശപ്പെട്ട ആളായാലും ഒരു ദിവസം വെടിയിരിക്കാതെ കിടന്നുറങ്ങാൻ കഴിയൂല, ഒരു ദിവസം കല്ലുടിക്കാതെ കിടന്നുറങ്ങാൻ കഴിയൂല. എല്ലാ മോശപ്പെട്ട പ്രവർത്തനത്തിലൂടെയും ജീവിക്കൊണ്ടുവന്ന് ഇത്രയേറെ പരിവർത്തനത്തിന്റെ ആളുകളായി മാറാൻ അവർക്ക് കഴിഞ്ഞതിനുള്ള കാരണം എന്താ? അവരുടെ കൽബിലേക്ക് ഈമാനികമായ പ്രഭ വന്നപ്പോ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു സമൂഹമായി അല്ലാഹുവിനെ പേടിച്ച് പൊട്ടിക്കരഞ്ഞല്ലോ. അങ്ങനെ കരഞ്ഞ് 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 ഈ ലോകത്തോട് വിട പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കരഞ്ഞ് കരഞ്ഞ് മരണപ്പെട്ടത്, രോഗം വന്ന് മരിച്ചവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ചാക്ക് വന്ന് മരണപ്പെട്ടവരുടെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. കരഞ്ഞ് 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 ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാരെന്നറിയുമോ? അതാരെന്നറിയുമോ? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ആരാ ഇക്രിമ? ആരാ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു. പിഴച്ചുപോകണമെങ്കിൽ ആര് പിഴച്ചുപോകണം? പിഴച്ചുപോകണമെങ്കിൽ ആര് പിഴച്ചുപോകണം? ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പിഴച്ചുപോകണ്ടേ? കാരണം വാപ്പയാരാണ്? അബൂലഹബ്, അബൂജഹൽ അല്ലേ? അബൂലഹബിന്റെ മൗത്തായാലും പിഴച്ചുപോയില്ല. കാരണം അവരുടെ കൽബിലെ ഒരു പ്രഭ കടന്നു വന്നപ്പോ ഈമാനിന്റെ മധുരം അവരെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് അബൂലഹബിന്റെ മകനാണെങ്കിലും അവർക്ക് പിഴക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ കൽബിലേക്ക് ഈമാനികപരമായ ഒരു പ്രഭ കടന്നു വന്നു എന്നുള്ളതാണ്. അബൂലഹബിന്റെ മകനെ കുറിച്ച് പോലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് പോലും ഇറങ്ങിയ വലിയ മഹാമനുഷ്യനായി ഈ ഭൂമിലോകത്ത് ജീവിച്ചവരാണ്. ഖുർആനിലെ ആയത്ത് ഇറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞത്, ജാഅ വലദു ഫിർഔൻ. അബൂലഹബിനെ കുറിച്ച് അഭിവാദങ്ങൾ ഒരു ദിവസം ഫിർഔൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ജാഅ വലദു ഫിർഔൻ, ഫിർഔനിന്റെ മകന് വരുന്നുണ്ട് എന്ന് ഇക്രിമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഇക്രിമ റളിയല്ലാഹു തആല പറയുകയുണ്ടായി. അത്രത്തോളം വലിയ പരിവർത്തനത്തിന്റെ ആളുകളായി മാറാൻ കഴിഞ്ഞു. ഏത് ഇക്രിമ? എല്ലാ തെമ്മാടിത്തരത്തിലൂടെയും ജീവിച്ച് പിന്നീട് ഈമാനികമായ ഒരു വലിയ വലിയ വെളിച്ചം അവരുടെ കൽവിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ തന്റെ ജീവിതം നയിച്ചപ്പോ എല്ലാ നിലക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചപ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട മനുഷ്യനായി മാറാൻ കഴിഞ്ഞു. അത് പിതാവ് എത്ര മോശപ്പെട്ട ആളാണെങ്കിലും, ഏതൊക്കെ രൂപത്തിൽ അല്ലാഹു ശപിക്കപ്പെട്ട ആളാണെങ്കിലും, ആ മനുഷ്യന്റെ മകനാണെങ്കിൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന്റെ കൽവിലേക്ക് ഈമാനികപരമായ ഒരു പ്രശ്നം നന്നാകാൻ കഴിഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര മോശപ്പെട്ട സമൂഹത്തിലും എത്ര മോശപ്പെട്ട ആളുകൾക്കും ജീവിതത്തിൽ വലിയ മാറ്റം വരും. അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിലെ മത്താഫിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഈമാനികമായ മനുഷ്യന് ഇസ്ലാമിൽ വിശ്വസിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. അയാൾ ദൂരെ നിന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് കണ്ടൊരു കൂട്ടുകാരൻ കണ്ടോ? ആ കൂട്ടുകാരൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മുസ്ലിമാവാൻ പോവുകയാണ്, ഇസ്ലാമിനെ പുൽകാൻ പോവുകയാണ് ഞാൻ എന്നോ മനുഷ്യൻ പറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ എങ്ങാനും
മുസ്ലിമായ നീയെങ്ങാനും ഇസ്ലാമിൽ വിശ്വസിച്ചാൽ പിന്നെ നിനക്കൊരിക്കലും വ്യതിചരിക്കാൻ പറ്റൂല. അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് വ്യതിചരിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഹൂറിനെ എനിക്ക് ലഭിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് വ്യതിചരിക്കണ്ട. അയാൾ ഒന്ന് മുന്നോട്ട് കടന്നു. അല്പമങ്ങ് കഴിഞ്ഞപ്പോ തന്റെ മറ്റൊരു കൂട്ടുകാരനെ കണ്ടു. അയാൾ ചോദിച്ചു, നീ എങ്ങോട്ടാണ്? ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ്. അയാൾ പറഞ്ഞു, നീ എങ്ങാനും മുസ്ലിമായാൽ പിന്നെ നിനക്കൊരിക്കലും പലിശ മേടിക്കാൻ പറ്റൂല. അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനതിൽ നിന്ന് മാറി നിന്നോളാം. വീണ്ടും മുന്നോട്ട് പോയി. വീണ്ടും തന്റെ മറ്റൊരു കൂട്ടുകാരനെ കണ്ടു. അയാൾ പറഞ്ഞു, നീ എങ്ങോട്ടാണ്? ഞാൻ ഇസ്ലാം സ്വീകരിക്കാനാണ്. നീ എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരിക്കലും കള്ളം പറയാൻ സാധിക്കൂല. ആ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ. കൈവാലയത്തിന്റെ മത്താക്കിലിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. അടുത്തെത്തുന്ന സമയത്താണ് മറ്റൊരു കൂട്ടുകാരനെ കണ്ടത്. അയാൾ പറഞ്ഞു, നീ എങ്ങോട്ടാണ്? ഞാൻ ഇസ്ലാം സ്വീകരിക്കാനാണ്. അയാൾ പറഞ്ഞു, നീ എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ നിനക്കൊരിക്കലും കള്ളുകുടിക്കാൻ പറ്റൂല. എല്ലാ തെറ്റിൽ നിന്നും മാറി നിന്നാലോ കള്ളു കുടിക്കാൻ പറ്റില്ല എന്ന് കേട്ടപ്പോ തന്റെ ഹബീബായ തങ്ങളുടെ നേരിൽ കണ്ടിട്ട് ഇസ്ലാമിന്റെ പടിവാതിലിക്കലെത്തിയിട്ട് തിരിഞ്ഞോടേണ്ട അവസ്ഥ മനുഷ്യന് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയിൽ നിന്ന് ഒരിക്കലും മോചനം ലഭിക്കാതെ ഒഴിവാക്കാൻ കഴിയാത്തൊരു സമൂഹമാണ്. ആ സമൂഹത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയത്. കള്ളുകുടി നിരോധിച്ചുകൊണ്ട് ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തോട് ഈ ആയത്ത് വിശദീകരിച്ചു കൊടുത്തപ്പോ തന്റെ വീടുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബാരൽ കണക്കിന് മദ്യങ്ങളെടുത്ത് തന്റെ വീട്ടിന്റെ മുന്നിലേക്ക് ഒരുക്കിയിട്ട് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. തന്റെ വീട്ടിന്റെ മുന്നിലൂടെ മഴ പെയ്യുമ്പോ വെള്ളം ഒലിക്കുന്നത് പോലെ മദ്യത്തിന്റെ ഉറവുകൾ ഒലിച്ചുപോയി. മാത്രമല്ല, കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആയത്തിറങ്ങിയത്. ഈ മനുഷ്യനോട് കള്ളുകുടിയുടെ നിരോധനത്തിന്റെ ആയത്തിറങ്ങി. പരിവർത്തനത്തിന്റെ കാരണം എന്താണ്? പല നിലക്കും പല ആളുകളും മദ്യനിരോധനമായിട്ട് പല രാജ്യങ്ങളും ഓരോ ബില്ലുകൾ പാസാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഏകദേശം $2100 സംഖ്യയാണ് കള്ള് മദ്യനിരോധനത്തിനായിട്ട് അവിടെ ബില്ല് പാസാക്കിയിട്ട് അത്രയേറെ വലിയ സമ്പത്ത് ചെലവഴിച്ചിട്ട് 7ാമത്തെ ദിവസം ആ ബില്ല് എടുത്തു മാറ്റേണ്ടി വന്നു. ആ നിയമം എടുത്തു മാറ്റേണ്ടി വന്നു. കാരണം എന്താണ്? അവരുടെ കൽബില് ഈമാനല്ല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അക്ഷരങ്ങളുള്ള ആയത്തിറങ്ങിയപ്പോ ഈ കള്ളുകുടിയിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തനത്തിൽ നിന്നും ആളുകൾക്ക് മാറാനുണ്ടായ കാരണം എന്താ? അവരുടെ കൽബിലേക്ക് ഈമാൻ കടന്നു വന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതാണ്. നമ്മുടെ കൽബിലേക്ക് കടന്നു വന്നത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളാണല്ലോ. ദുനിയാവും അതിലുള്ള ആഡംബരങ്ങളും നമ്മുടെ കൽബിലേക്ക് വന്നപ്പോ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടി നഷ്ടപ്പെട്ടില്ലേ? ഈമാനികമായ വെളിച്ചം നഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ മക്കളുടെ കൽബിൽ നിന്നും നഷ്ടപ്പെട്ടുപോയി. നമ്മുടെ മക്കളൊക്കെ അപ്പയെ സ്നേഹിക്കുന്ന മക്കളാകണോ? ഉമ്മയെ സ്നേഹിക്കുന്ന മക്കളാകണോ? അവരുടെ കൽബിൽ ഈമാൻ വേണം. ഏത് ഈമാന്? നേരത്തെ പറഞ്ഞ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു, ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഇവിടെ പ്രതിപാദിച്ചല്ലോ. ആ ലുഖ്മാൻ തങ്ങൾ യാത്ര പോകുമ്പോഴാണ് തന്റെ ഉമ്മയോട് ചോദിച്ചത്, ഉമ്മ, ഞാനിങ്ങനെ യാത്ര പോവുകയാണ്, പോയി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വല്ലതും കൊണ്ടുവരണോ? ഉമ്മയോട് മറ്റുള്ള നാടുകളിലൊക്കെ കേരളത്തിലൊക്കെ പോകുമ്പോ ഉമ്മാനോട് ചോദിക്കൂല, എന്റെ ഉമ്മ നിങ്ങൾക്ക് വരുന്നുണ്ടോ കൊണ്ടുവരണ്ടേ? അല്ലെ ഗൾഫിലൊക്കെ പോകുമ്പോ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ നമ്മൾ ചോദിക്കും, എന്താ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്? ആ സമയത്ത് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മോനോട്, നീ പോയി വരുമ്പോ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരുമോ? എന്തോരം ഉമ്മയാണ്! ടച്ചിന്റെ മൊബൈൽ ഫോണല്ല പറഞ്ഞത്, അല്ലെങ്കിൽ
മറ്റുള്ള ആവശ്യ വസ്തുക്കളല്ല പറഞ്ഞത്. ഒരു യഥാർത്ഥമായ അല്ലാഹുവിനെ പേടിക്കുന്ന ഉമ്മാക്ക് ജനിച്ച മകൻ, ആ ഉമ്മ പറഞ്ഞാൽ നീ തിരിച്ചു വരുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണെനിക്ക് കൊണ്ടുവരുമോ? ആ ഉമ്മയുടെ മകനായി ലുക്മാൻ തങ്ങൾ വളർന്നതല്ലേ? ആ ഉമ്മാക്ക് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടി വന്നപ്പോ ആ മകനിലേക്കും അത് പകർന്നില്ലേ? ആ മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്തിനാണ് ഞാൻ പോയി വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്റെ ഉമ്മയുടെ കാലൊന്ന് മാറ്റണേ. ഉമ്മാന്റെ കാലുമാറ്റിയിട്ട് ആ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് ആ ഉമ്മയുടെ മുഖത്തേക്ക് നീട്ടിയൊരു പൊന്നുമോനെ കുറിച്ച് അത് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ എന്റെ അത്തരത്തിലുള്ള മക്കളാകാൻ കാരണം ആ ഉമ്മ മകന്റെ കൽവിലേക്ക് ഈമാൻ നിറച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നിറച്ചു കൊടുക്കുന്നത് എന്താണ്? ദുനിയാവാണ്. നമുക്ക് എല്ലാ നിലക്കും ഏതൊരാൾക്കും ദുനിയാവ് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരല്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ദിവസം പറഞ്ഞു, നബിയേ അങ്ങനെ ഞങ്ങൾക്ക് മാസം തരുന്ന സംഖ്യയിൽ അല്പം കുറച്ച് വർധനവ് കൂട്ടണം, കുറച്ച് വർധനവുണ്ടാക്കണം. തങ്ങള് മാസം തന്റെ ഭാര്യമാർക്കൊക്കെ ഒരു വിഹിതം നൽകും. അവരുടെ ആവശ്യത്തിന് വേണ്ടി പരാതിയുമായി തന്റെ ഭാര്യമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിച്ചു. കാരണം റസൂലുള്ളാഹി തങ്ങൾ തരുന്ന ഈ സമ്പത്ത് അതാത് ആവശ്യങ്ങൾക്ക് മതിയാകലില്ല, അല്പം കൂടുതൽ തരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളോടൊന്ന് പറയണം. എല്ലാവരും കൂടെ തീരുമാനിച്ചു. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ ദൗത്യമേൽപ്പിക്കപ്പെട്ടു. എല്ലാവരും ഇലാ ഹദറത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് തന്റെ ഭാര്യമാര് പറഞ്ഞു, നബിയേ അങ്ങനെ ഞങ്ങൾക്ക് മാസം തരുന്നത് ഞങ്ങൾക്ക് മതിയാകുന്നില്ല, അല്പം നിങ്ങളതൊന്ന് വർദ്ധിപ്പിച്ച് നൽകണം. പൈസ ആണല്ലോ എന്റെ ആവശ്യങ്ങൾക്ക്. പൈസക്ക് പൈസ അല്ലാണ്ട് വേറൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. പള്ളിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ പറയാറുണ്ട്, സ്ഥാപനങ്ങളുടെ ജോലിയിലൊക്കെ ഭയങ്കര ബർക്കത്താണ്, ഇത് ഭയങ്കര ബർക്കത്തുള്ള ജോലിയാണ്. അതിലും നമ്മൾ നിഷേധിക്കുന്ന ബർക്കത്തൊക്കെ നൽകുന്നില്ല, അതാവും നിലനിർത്തട്ടെ. പക്ഷെ കടയിൽ പോയിട്ട് 1 കിലോ പഞ്ചസാര വാങ്ങിയിട്ട് 42 റുപ്യ 30 റുപ്യ എടുത്തിട്ട് ബാക്കി 12 റുപ്യ ഞങ്ങൾ ബർക്കത്ത് വെച്ചോളി പറഞ്ഞാൽ പഞ്ചസാര തരുമോ? പൈസക്ക് തന്നെ വേണം, പൈസക്ക് പൈസ തന്നെ വേണം. പണ്ട് ഗൾഫിന് ഭർത്താവിന് വിളിച്ച ഭാര്യ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് കുറച്ച് പൈസ അയച്ചു തരണം, പാൽക്കാരന് ഇത്ര പൈസ കൊടുക്കാനുണ്ട്, മക്കളെ ട്യൂഷന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അതുപോലെ കടയിൽ സാധനം വാങ്ങിയ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെ ഒരു കുറച്ച് പൈസ അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ സ്നേഹനിധിയായ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, കത്തെഴുതി, തിരിച്ച് കത്തെഴുതി, എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, നിനക്ക് പൈസ തരാനൊക്കെ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ ജോലിയൊന്നും റെഡിയായിട്ടില്ല, അതുകൊണ്ട് ഇത്ര പൈസക്ക് പകരം ഞാൻ നിനക്ക് ഇത്ര ചുമ്മനം നൽകാൻ, ഉമ്മ നൽകാൻ. ഭാര്യ കത്ത് കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഭാര്യ തിരിച്ചു ഭർത്താവിന്റെ കത്തെഴുതി, നിങ്ങളയച്ച കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങളയച്ച കത്തിലുള്ള ചുമ്മനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതിൽ ഇത്ര എണ്ണം ഞാൻ പാൽക്കാരന് കൊടുത്തു, ഇത്ര എണ്ണം ഞാൻ കടയിൽ കൊടുത്തു, അല്ലെ, ഇത്ര മക്കളെ ട്യൂഷന് പഠിപ്പിച്ച ആൾക്ക് കൊടുത്തു എന്നൊക്കെ. അപ്പൊ പൈസക്ക് എന്തെന്നെ വേണം? ഉമ്മക്കിന്റെ കാര്യമല്ല, ഉമ്മനെ കിട്ടിയ കാര്യമല്ലല്ലോ, പൈസക്ക് പൈസ തന്നെ വേണം. ഈ ഒരു പരാതിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തന്റെ ഭാര്യമാര് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബിൽ വല്ലാത്ത വേദനയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലാഹുവിനെ പേടിക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗം കാണുന്ന ഒരു ഭർത്താവിന്റെ ഖൽബിൽ വേദനയുണ്ടാകണം. തന്റെ ഭാര്യക്ക് ദുനിയാവിലെ ആവശ്യങ്ങൾ കൊണ്ടുവന്നു വന്നാൽ, തന്റെ ഭാര്യക്ക് ദുനിയാവിനോട് സ്നേഹം കണ്ടു എന്ന് വന്നാൽ, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു ഭർത്താവിന്റെ ഖൽബിൽ വേദന വേണം. ഭാര്യ ദുനിയാവിലെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ സംസ്കാരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ദീനപരമായ കാര്യങ്ങളൊന്നും ഓൾക്കെപ്പോഴും സ്ഥാനമല്ല, അല്ലെങ്കിൽ ഇവിടെ അല്ല, മക്കൾക്ക് ഡ്രസ്സില്ല, മറ്റേ കാര്യമില്ല, വീടിന്റെ അവിടെ പോരാ, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി വേണം. വെറും ദുനിയാവിയായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന പെണ്ണ്, അത്തരത്തിലുള്ള പെണ്ണുങ്ങളിൽ ബറക്കത്തുണ്ടാകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിന് വല്ലാത്ത വേദന ഉണ്ടായി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഖൽബിന് വല്ലാത്ത വേദന വന്നു. എന്റെ ആയിഷ പോലും എന്നോട് പറഞ്ഞുവല്ലോ, എന്റെ ആയിഷയുടെ മനസ്സിന് പോലും ദുനിയാവിനോട് സ്നേഹം കൂടിയല്ലോ, ദുനിയാവിനായ ആവശ്യത്തിന് വേണ്ടി സമ്പത്ത് ചോദിച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിലേക്ക് കടന്നുപോയി. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു, ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ തന്നെ നിസ്കരിച്ചിട്ട് പള്ളിയിൽ വന്നപ്പോഴും വീട്ടിലേക്ക് പോകുന്ന സ്വഭാവമില്ല. ദിവസങ്ങൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് പോയില്ല. ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാർക്ക് വല്ലാത്ത സങ്കടമായി. പിന്നീട് ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയേ. കാരണം റസൂലുള്ള വീട്ടിലേക്ക് വരില്ല. അല്ലാഹുവിന്റെ റസൂലിന് കരച്ചിൽ തന്നെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് വേദന തന്നെ. കാരണം എന്റെ ഭാര്യമാരുടെ കൽവില് ദുനിയാവ് കടന്നു വന്നല്ലോ, ദുനിയായ ചിന്തകൾ കടന്നു വന്നല്ലോ. ദിവസം ഒരുപാട് കഴിഞ്ഞപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതൊരു അവസ്ഥയിലും, ഏതൊരു പട്ടിണിയിലും, ഏതൊരു പരിവട്ടത്തിലും, എത്ര വലിയ ബുദ്ധിമുട്ടിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ചേർന്ന് നിന്ന ഭാര്യമാരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരാണ്. ഒരു ദിവസം ആയിഷ ബീവിയുടെ വീട്ടിലേക്കല്ലേ അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെന്നത്. നട്ടുച്ചനേരമാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. ഓടിച്ചെന്ന് മഹതിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ വല്ലാതെ വിശക്കുന്നുണ്ടോ, ആയിഷ കഴിക്കാൻ വല്ലതുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലാണല്ലോ എന്ന് പറയുന്നത്. ഇല്ല എന്ന് പറയാൻ ആയിഷ ബീവിക്കറിയാണ്, എന്റെ വീട്ടിലൊന്നുമില്ല എന്ന് ആയിഷ ബീവിക്കറിയാണ്. പക്ഷെ എങ്ങനെയാണ് റസൂലുള്ളാഹിനോട് ഇല്ല എന്ന് പറയുക എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് കമഴ്ത്തി വെച്ച പാത്രങ്ങളൊക്കെ വെറുതെ ഒന്ന് തുറന്നു നോക്കി. ഒന്നുമില്ലാന്നറിയാം, പക്ഷെ കമഴ്ത്തി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ആയിഷ ബീവിയുടെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോ തന്റെ 2 കൈകളെ കൊണ്ട് തന്റെ മുഖമൊന്ന് പൊത്തിയിട്ട് ഏങ്ങലടിച്ച് കരയുകയാണ്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹാ പൊട്ടി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് പറ്റി ആയിഷ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവായ അങ്ങ് വിശന്നോളി ആയിഷയുടെ വീട്ടിലേക്ക് വന്നപ്പോ അങ്ങേക്ക് നൽകാൻ എന്റെ വീട്ടിൽ ഒന്നുമില്ല നബിയേ. അത്രത്തോളം നബിയോട് കൂടെ ചേർന്ന പ്രിയപ്പെട്ട ഭാര്യമാർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കരയേണ്ട ആയിഷ, കരയേണ്ട പൊന്നുമോളെ, ഇന്ന് ഞാൻ സുന്നത്തോട് എടുത്തോളാം. സുന്നത്തോട് എടുത്തോളാം. എന്തോ ഒരു ജീവിതമാണത്. ഉച്ച നേരത്ത് വിശന്ന് വല്ലാണ്ട് വിശപ്പ് സഹിച്ച് തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോയതാണ്. കഴിക്കാനൊന്നുമില്ല. ഭാര്യ പറഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു, ഞാനൊന്ന് സുന്നത്തിനോട് എടുത്തോളാം. അല്ലേ, നമ്മള് കടക്കടച്ചിട്ട് ഉച്ച നേരത്ത് വിശന്നിട്ട് വീട്ടിൽ നിന്നിട്ട് 36 കുറച്ച് ചോറ് എടുക്കാറുണ്ട്, ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത്രയേറെ റസൂലുള്ളാഹിയുടെ എല്ലാ പ്രയാസത്തിലും കൂടെ നിന്ന ഭാര്യമാണ്. പക്ഷെ അറിയാതെ ചോദിച്ചു പോയതാണ്, അറിയാതെ സംഭവിച്ചു പോയതാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള ഭാര്യമാരെ വിചാരിച്ചു, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കേണ്ടിയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് പോകാതെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നസലൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങനെയാണ് സങ്കടപ്പെടുന്നത്, അങ്ങയുടെ ഭാര്യമാരോട് വരാൻ പറയുക. അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, അങ്ങയുടെ ഭാര്യമാരോട് വരാൻ പറയുക.
ഈ ദുനിയാവും അതിലുള്ള ആഡംബരങ്ങളും അതാണ് അവർക്ക് ആവശ്യമെങ്കിൽ അവരെ നിങ്ങൾ തലാഖ് ചൊല്ലി വിട്ടേരെ നബിയേ. അതല്ല നാളെ സ്വർഗമാണോ, ആ സ്വർഗത്തിലുള്ള ഉല്ലാസങ്ങളാണോ, ആ സ്വർഗത്തിലുള്ള സന്തോഷങ്ങളാണോ അവർക്ക് വേണ്ടതെങ്കിൽ ഈ ദുനിയാവിൽ ക്ഷമിക്കാൻ പറയൂ തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് കേട്ടപ്പോ ഓടിച്ചെന്ന് ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആയിഷാ ബീവി റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ദിവസമായി മുത്തുനബിയുടെ പൂവുകൾ കണ്ടിട്ട് ദിവസവും ആ ചൂടനുഭവിച്ച് കിടക്കുന്നവരാണ്. ആ റസൂലുള്ളാഹിന്റെ സുഗന്ധം അനുഭവിച്ച് കിടക്കുന്നവരാണ്. ഒരുപാട് ദിവസമായി റസൂലുള്ളാഹിനെ കണ്ടിട്ട് കാണാതെ കണ്ണീരൊലിപ്പിച്ച് കണ്ണിൽ നിന്ന് കണ്ണീര് തടന്തല്ലാത്തവരെ തന്റെ മുഖവും ശരീരവും സൃഷ്ടിച്ചു പോയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ മനസ്സാണ് വേദനിച്ചത്, റസൂലുള്ളാഹിന്റെ കണ്ണിനാണ് വേദന സംഭവിച്ചത്. വേദനയോടുകൂടെ മഹതിയായ ആയിഷാ ബീവി അടക്കമുള്ള ഭാര്യമാർ വീട്ടിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയുടെ അടുക്കൽ ചെന്നപ്പോ ആയിഷാ ബീവി റസൂലുള്ളാഹിനെ കണ്ടപാടെ ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിക്കാൻ നോക്കി. അല്ലാഹുവിന്റെ റസൂൽ കയ്യിൽ വലിച്ചു മാറി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷാ അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, ഈ ദുനിയാവും ആഡംബരങ്ങളും വേണോ എങ്കിൽ നിങ്ങളെ തലാഖ് ചൊല്ലി വിടാനാണ് പറഞ്ഞത്, നിങ്ങൾക്കതെല്ലാം നൽകാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ സ്വർഗം വേണോ എങ്കിൽ നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു തആല നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയോട് പറഞ്ഞിട്ട് പറയുകയാണ്. എന്തിനാണ് നീ ആലോചിച്ച് നിൽക്കണ്ട, പെട്ടെന്നൊരു ഉത്തരം പറയണ്ട. വീട്ടിൽ പോയിട്ട് ഉമ്മയോട് ചോദിച്ചു നോക്ക്, ഉപ്പയോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് ആക്കം പോലെ മറുപടി പറഞ്ഞാൽ മതി. ആയിഷാ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഉപ്പയോടും ചോദിക്കണ്ട, സ്വർഗത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഉമ്മയോടും ചോദിക്കണ്ട, എനിക്ക് സ്വർഗം മതിയാ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗം മാത്രമാണ് എന്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് ആയിഷാ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കൽബിലേക്ക് ദുനിയാവ് കടന്നു വരികയാണ്. ദുനിയാവെങ്ങാനും കടന്നു വന്നാൽ പിന്നീട് അല്ലാഹുവിന്റെ ലക്ഷ്യത്തിലേക്കെത്താൻ, സ്വർഗ്ഗമെന്ന ലക്ഷ്യത്തിലേക്കെത്താൻ നമുക്ക് സാധിക്കില്ല മുഅ്മിനേ. അതുകൊണ്ട് കൽബിൽ നിന്ന് ദുനിയാവ് എടുത്തു കളയുക, മറിച്ച് ആഖിറം കുത്തിനിറക്കുക. ആഖിറത്തിലെ ചിന്തയുമായി നടക്കുമ്പോഴാണ് അല്ലാഹുവിനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ, എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള കൽബിയായ ചിന്തയായിട്ട് നമുക്ക് നടക്കാനിരിക്കണം. അല്ലാത്ത പക്ഷം പല മോശപ്പെട്ട പ്രവർത്തനത്തിലേക്കൊക്കെ നമ്മൾ പോയി പോകും. കാരണം ആ സമയത്ത് നമ്മുടെ ഈമാൻ എന്ന് പറയുന്ന ചാർജ് ഇങ്ങനെ കുറഞ്ഞു വരും. ഈ ചാർജ് ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉത്ഭവിക്കപ്പെടും. അപ്പൊ തെറ്റിലേക്ക് പെട്ടെന്ന് എത്താനുള്ള വഴികളൊക്കെ പെട്ടെന്ന് തന്നെ തുറന്നു വരും. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും, ഏതൊരു അനുകൂല സാഹചര്യങ്ങളിലാണെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഇക്രിമ തങ്ങളുടെ സാഹചര്യം ഏതാണ്? അനുകൂല സാഹചര്യം. നമ്മളൊക്കെ പറഞ്ഞ അനുകൂല സാഹചര്യങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? നമ്മുടെ സാഹചര്യത്തിന് അനുകൂലം രാവിലെ നീക്കാം, പള്ളിയിലേക്ക് പോകാൻ ആരും ചോദിക്കാനില്ല, പറയാനില്ല. അതുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതും നമ്മുടെ അപ്പയുമൊക്കെ മുസ്ലിമായി ജനിച്ചത് കൊണ്ട് തന്നെ നമ്മളൊക്കെ മുസ്ലിമായി ജനിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുകൂല സാഹചര്യങ്ങളിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളേറെ പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. സാഹചര്യങ്ങൾ അനുകൂലമായി വരല് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ആസിയ ബീവിയുടെ സാഹചര്യം തന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഫിറഔനിന്റെ ക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്ന ഒരു ഭാര്യ. ആ ഭാര്യ നാളെ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാകാൻ മാത്രം വലിയ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ
ആസിയ ബീവിയുടെ സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തിലും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. തെറ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും തന്നെ മുന്നിൽ തുറന്നു വരുമ്പോഴും ആ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ കൽബിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തെ നമുക്ക് അറിയുന്നതാണ്. സുലൈഖ എന്ന് പറയുന്ന പെണ്ണിന്റെ ആ രാജകുമാരിയുടെ പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്ന ഒരു പ്രവാചകനാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈഖ ബീവി വലിയൊരു വീടുണ്ടാക്കി, ഒരു കൊട്ടാരമുണ്ടാക്കി. തന്റെ നിലവിലുള്ള കൊട്ടാരത്തിലേക്ക് അതിന്റെ അപ്പുറത്ത് വേറൊരു കൊട്ടാരം സുലൈഖ ബീവി ഉണ്ടാക്കുകയുണ്ടായി. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ചുറ്റും ഒരുപാട് ആളുകളെ മഹതിയായ സുലൈഖ ബീവി ചുറ്റും ഒരുപാട് പട്ടാളക്കാരെ നിർത്തി. ഒരു ഈച്ച പോലും അകത്തേക്ക് കടന്നു വരില്ല. ആ വീട്ടിലേക്ക് കയറിയാൽ തന്നെ, ആ കൊട്ടാരത്തിലേക്ക് കയറിയാൽ തന്നെ പല പല വഴികളാണ്, പല പല റൂമുകളാണ്. ആ റൂമിലേക്ക്, ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുലൈഖ ബീവി തന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വീട്ടിലേക്ക്, ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് സുലൈഖ എന്ന് പറയുന്ന പെണ്ണിന്റെ റൂമിൽ സുലൈഖ ബീവിയും അള്ളാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും തനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്റെ ചാരുകട്ടിലേക്ക് ചാരിക്കടന്ന് സുലൈഖ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞ വിളിയാളം ഖുർആനിൽ വളരെ പ്രസക്തമാണ്. അതിൽ തന്റെ വികാരപരിതായിക്കൊണ്ട് അങ്ങേ അറ്റത്തിൽ നിന്ന് വിളിക്കാൻ, ഇങ്ങോട്ട് എല്ലാ നിലക്കും ഒരു ഈച്ച പോലും കടന്നു വരില്ല. അവിടെ വെച്ചൊരു തെറ്റ് ചെയ്താൽ ഒരാളും അറിയില്ല, ഒരാളും ചോദിക്കപ്പെടില്ല. അവിടെ യൂസുഫ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകനും അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുമല്ലാതെ മറ്റാരുമില്ല. സാഹചര്യം എന്താണ്? അനുകൂലമാണ് തെറ്റിലേക്ക്. എല്ലാ നിലക്കും സാഹചര്യം അനുകൂലമാണ്. ഒന്നും പേടിക്കാനുള്ള ആരും അറിയില്ല, ഒരു ഈച്ച പോലും കടന്നു വരില്ല. പക്ഷേ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് മാറി നിന്നില്ലേ. ആ തെറ്റായ പ്രവർത്തനത്തിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തപ്പെട്ട ആ ഒരു വചനമേതാണ്. ആ ഒരു സമയത്ത് യൂസുഫ് നബിയെ മാറ്റിവെക്കപ്പെട്ട തന്റെ ശരീരത്തിൽ, തന്റെ ജീവിതത്തില് എന്താണോ യൂസുഫ് നബിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നത്, അത് അല്ലാഹു തആല യൂസുഫ് നബിയുടെ ഖൽബിൽ ഈമാൻ നിറക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാഹുവിനെ പേടിച്ചു എന്നുള്ളതാണ്. ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു പെണ്ണേ, അതുകൊണ്ട് ഈ തെറ്റിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂല. സുലൈഖാനബിയുടെ ചരിത്രത്തെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അവസാനം യൂസുഫ് നബി തന്നെ സുലൈഖ ബീവിയെ വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിച്ച ആദ്യ രാത്രിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖ ബീവിയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ ബീവിയോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ സുലൈഖ, എത്രയോ തവണ നീ എന്റെ പിന്നാലെ ഓടിയതാണ്, എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇന്ന് അല്ലാഹു നമ്മുടെ ഇടയിൽ എല്ലാം ഹലാലാക്കി തന്നിട്ടുണ്ട്. എന്റെ സുലൈഖ, എന്നിട്ടും നീ ഒരു മൈൻഡും ഇല്ലാതിരിക്കുന്നത് എന്ന് സുലൈഖ ബീവിയോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ സുലൈഖ ബീവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. യൂസുഫേ, അന്നെന്റെ കൽബിൽ യൂസുഫ് മാത്രമാണെന്ന് എന്റെ കൽബിലുണ്ടായിരുന്നത്, മറ്റൊരു ചിന്തയുമില്ല. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുമെല്ലാം യൂസുഫ് എന്ന ചിന്ത മാത്രമാണ് എന്റെ കൽബിലുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്റെ കൽബിൽ എന്റെ അല്ലാഹ് മാത്രമാണ്.
അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നിനോട് താല്പര്യമില്ല. യൂസുഫേ അലൈഹിസ്സലാത്തു വസ്സലാം സാഹചര്യങ്ങൾ മാറി മറിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അന്ന് യൂസുഫ് നബിയുടെ പിറകിലോടിയവണ് ഇന്ന് യൂസുഫ് നബിക്ക് എല്ലാ നിലക്കും ഹലാലായി വന്നപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പെണ്ണിൽ നിന്ന് മാറി നിന്നപ്പോഴും ആ പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് മാറി നിന്നപ്പോഴും അവിടെ ഒരേ ഒരു ചിന്തനമാണ്, ഒരേ ഒരു ചിന്തയാണ്. അത് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്, അതേ ഓർമ്മയാണ്, അതേ ചിന്തയാണ്. ആ ചിന്തകളെ കൽവിലേക്ക് വന്ന ഒരു മനുഷ്യന്റെ പേരിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആനായ പാനിക്കാട് ഉപ്പാപ്പാന്റെ പേരിൽ നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ അവരൊക്കെ ജീവിച്ചതിനല്ലേ, അവരുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ. എല്ലാ സുഖത്തിലും ജീവിക്കുമ്പോഴും ദുന്യവിയായ എല്ലാ സുഖങ്ങളും ആഡംബരങ്ങളും അവരുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ആവശ്യമായിട്ട് വരും. എല്ലാം അവർ ചോദിക്കുന്നത് പോലെ നൽകാൻ ആളുകളുമുണ്ട്. നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ അടുക്കൽ വന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാപ്പ വല്ലതും ചോദിച്ചാലോ ആരിക്കോല് നൽകുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ഉദാരമതികളാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്കറിയാം. അത്തരത്തില് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം മാറ്റിവെച്ച് തനിക്ക് വേണമെങ്കിൽ വലിയ വലിയ ആളുകൾ ഉണ്ടാക്കാമായിരുന്നു, വലിയ വലിയ സാമ്പത്തികമായ സ്വരൂപങ്ങൾ ഉണ്ടാക്കാമായിരുന്നു, വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ നിർമ്മിക്കാമായിരുന്നു. പക്ഷെ ഉപ്പാപ്പാന്റെ കൽവിൽ ഈമാനങ്ങൾ കടന്നുകൂടിയപ്പോ, അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ചിന്തയങ്ങ് വന്നപ്പോ പിന്നെ ബിസിനസ് സാമ്രാജ്യങ്ങൾ വേണ്ട. ഏതെങ്കിലും ഒരു മനുഷ്യനൊന്ന് സുജൂദ് ചെയ്യാൻ, നിസ്കരിക്കാനും മസ്ജിദുകൾ ഉണ്ടാക്കി, ദീനീപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി. എത്രയെത്ര ആളുകളാണ് അവർ മുഖാന്തരം നന്നായി പോയത്. എത്രയെത്ര നേരത്തെ പറഞ്ഞ എത്രയെത്ര മദ്യപാനികളാണ് അവർ മുഖാന്തരം എല്ലാ തെറ്റിൽ നിന്നും മാറി നിന്നത്. എല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചോ. തന്റെ ജീവിതത്തിലൊന്നും നേടിയിട്ടില്ല, തനിക്ക് ആവശ്യമായതൊന്നും നേടിവെച്ചിട്ടില്ല, തന്റെ മക്കൾക്കൊന്നും മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മാറ്റിവെച്ചത് മുഴുവനും നാളെ ആഖിറത്തിലേക്കാ. ഇന്ന് നമുക്ക് മണിമാലുകളുണ്ട്, എല്ലാവിധ സുഖങ്ങളുണ്ട്, സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, നമുക്ക് വീട്ടിൽ കൂടാൻ നല്ല നല്ല മണിമാലുകളുണ്ട്, എല്ലാം സുഭിക്ഷമായ ഭക്ഷണങ്ങളുണ്ട്. എല്ലാം നമ്മുടെ വീട്ടിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചില്ലേ അല്ലാഹ് എന്ന് പറയുന്ന ചിന്തയെ കുറിച്ച്, നാളെ ആഖിറത്തിലെ ചിന്തയെ കുറിച്ച് എല്ലാം നമ്മൾ പടിയടച്ച് പിണ്ടം വെച്ച് ജീവിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടതെന്താണ്? വീട്ടില് പ്രശ്നങ്ങളായി, വീട്ടില് ബറക്കത്തില്ലാതെയായി, എല്ലാ നിലക്കും ജീവിതത്തില് പ്രശ്നങ്ങളായി. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഉസ്താദേ ലക്ഷങ്ങൾ ശമ്പളമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, പക്ഷേ മനസ്സിന് സമാധാനമില്ല, മനസ്സിനൊരു സുഖമില്ല എന്ന് എത്ര ആളുകളാണ് പറയുന്നത്. എന്തേ കാരണമെന്നറിയോ? എല്ലാ നിലക്കും അവർക്ക് സൗകര്യങ്ങൾ വന്നപ്പോഴോ, എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായി വന്നപ്പോഴോ ആ സമയത്ത് അല്ലാഹനെ മറന്നേ. നാളെ അവർ കടന്നു പോകേണ്ട സ്വർഗ്ഗത്തെ മറന്നേ, അല്ലാഹന്റെ നരകത്തെ മറന്നേ. അതുകൊണ്ട് തന്നെ ഈമാനികമായ പ്രഭകളുടെ കൽവിൽ നിന്നും നഷ്ടപ്പെട്ടു. ആ ഈമാന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. ആ ഈമാന് തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണെന്നറിയോ? ഇതുപോലുള്ള മഹാന്മാരുടെ ചാരത്ത് നിൽക്കലാണ്. അല്ലാഹനെ സ്നേഹിച്ച, അല്ലാഹന്റെ ദീനിനെ സ്നേഹിച്ച ഇത്രയെത്ര വലിയ മഹാരഥന്മാരായ മഹത്തുക്കളോട് ചേർന്ന് നിൽക്കലാണ്. അങ്ങനെ വന്നാൽ അവര് കാരണം നമ്മുടെ ഈമാനികമായ വെളിച്ചം വർദ്ധിക്കും. കാരണം ആ വെളിച്ചത്തിനൊരു പരിധിയില്ലാത്തതാണ്. അവരുടെ ഈമാൻ അങ്ങനെയാണ്. അതിങ്ങനെ പരന്ന് പാരാപാരം പോലെ, ഈ കാണുന്ന നദിയെ പോലെ, ഈ കാണുന്ന കടലെ പോലെ പാരാപാരം പോലെ പരന്ന് കിടക്കുന്ന ഈമാനികമായ പ്രഭകളാണ്. ആ പ്രഭകൾ അവരുടെ അടുത്തേക്ക് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോ ആ
പ്രഭ നമ്മുടെ കൽബിലേക്ക് അടിക്കുമ്പോ അവർ മുഖാന്തരം ഈമാനികമായ ആവേശം നമ്മുടെ കൽബിൽ വരും. അതിനാണ് ഈ തണുപ്പത്തും ഈ കാലാവസ്ഥ ഇത്രയേറെ പ്രയാസകരമായിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും നമ്മുടെ പ്രായമായ ആളുകളും അമ്മമാരും സഹോദരിമാരും ഇവിടെ ഇരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത്? അവരെ സ്നേഹിച്ചത് കാരണം നാളെ അള്ളാഹു സ്നേഹിച്ച ആളുകളാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ള പറഞ്ഞത് അള്ളാഹു ബഹുമാനിച്ചവരെ നിങ്ങൾ നിങ്ങൾ ബഹുമാനിക്കാനാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നമ്മളോട് ഇഷ്ടപ്പെടാനാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു മഹാനല്ലേ, അള്ളാഹു സ്നേഹിച്ചൊരു മഹാമനീഷിയല്ലേ. അവരെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ആ സ്നേഹം കാരണം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ഈമാനോടുകൂടെ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിച്ച് നാം മരിക്കുന്ന സമയത്തിൽ എന്ന കലിമ ചൊല്ലി അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയായി, നല്ല പെണ്ണായി, നല്ല ഉമ്മയായി, നല്ല ഭർത്താവായി, നല്ല മകനായി, എല്ലാത്തിനുമുപരി നല്ല മനുഷ്യനായി അള്ളാഹുവിന്റെ മക്കളിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കേണ്ട മുഅ്മിനേ, നമുക്ക് സാധിക്കേണ്ട പെങ്ങളെ, നമ്മുടെ ഇബാദത്തുകളോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ അതിനൊക്കെ അനുകൂലമാണോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ എത്രമാത്രം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്ത ഇബാദത്തുകൾ തന്നെ അള്ളാഹു കബൂലാക്കുമെന്ന് നമുക്ക് വലിയ ഉറപ്പില്ല. പക്ഷേ മാറാത്ത, തീരാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ഒരേ ഒരു പ്രതിഫലമായി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഇതുപോലുള്ള മഹാന്മാരെ സ്നേഹിക്കലാണ്, അവരോട് പിൻപറ്റി ജീവിക്കലാണ്. നാളെ അവരുടെ കൈപിടിച്ച്, ഒന്നില്ലെങ്കിൽ അവരുടെ കൈപിടിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ അവര് നമ്മുടെ കൈപിടിച്ച് നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വെറുമൊരു ഉറൂസിന് മാത്രം പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന ആളുകളായി മാറാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു യശസ്സും ഈ ഒരു പ്രഭയും ഇവിടെ നിലനിൽക്കുമ്പോ അത് വെറുമൊരു 12 കൊല്ലത്തെ ഉറൂസ് നമ്മൾ ഒരുമിച്ച് കൂടി ഇനി 13ാമതൊരു ഉറൂസ് അടുത്ത കൊല്ലം ഉണ്ടാകും. അന്ന് ആ ഉറൂസിന് വന്നിട്ട് ഇതേപോലെ ഒരുമിച്ച് കൂടിയിട്ട് തിരിച്ചു പോകുന്ന ആളുകളായി മാറില്ല മുഅ്മിനേ. അള്ളാഹു നമുക്ക് തന്നൊരു സൗഭാഗ്യമാണ്, അള്ളാഹു നമുക്ക് തന്നൊരു വലിയ ഭാഗ്യമാണ്. ഇതേപോലുള്ള മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ വലിയ വലിയ മുസീബത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും, വലിയ വലിയ മുസീബത്തുകളൊക്കെ ഇല്ലാതെയായി പോകും. അതിനുള്ള വലിയ തെളിവല്ലേ നമ്മുടെ മുന്നിൽ കാണുന്നത്. 2004 എന്റെ ഓർമ്മ. വലിയ പ്രളയം ഉണ്ടായപ്പോ, സുനാമി ഉണ്ടായപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഈ കടലിനോട് ഓരത്തോട് ചേർന്ന് നിൽക്കുന്ന, ഈ കടലിന്റെ ഓരത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ മക്കാമടക്കമുള്ള മസ്ജിദ്, അതിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ മുന്നിക്കടിഞ്ഞു പോയ ആളുകൾ, ബ്രിട്ടീഷുകാരടക്കമുള്ള ആളുകളെ നിർമ്മിക്കപ്പെട്ട വലിയ വലിയ മതിലുകളടക്കം നിലംപരിശായി പോയപ്പോൾ ആ മഹാന്മാരുടെ കറാമത്ത് നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ട് ആ പള്ളിയുടെ ഒരു പെയിന്റിന് പോലും, ആ പള്ളിയുടെ ഒരു ഇഷ്ടികക്ക് പോലും ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ വന്നില്ല. ഒരുപാട് ദൂരെയുള്ള കാര്യമല്ല, ഒരുപാട് അപ്പുറത്തുള്ള ബിൽഡിങ്ങുകളുണ്ടോ, ഒരുപാട് മരങ്ങളുണ്ടോ. പക്ഷെ പ്രിയപ്പെട്ട മഹാൻ കടന്നിറങ്ങുന്ന മണ്ണിനോ പ്രയാസമോ വന്നില്ല. ഇതൊക്കെ നമ്മുടെ കണ്ണിൽ കാണുന്ന തെളിവുകളാണ്. അതുകൊണ്ട് ഭാഗ്യമാണ്. അത് വെറുമൊരു ഉറൂസിന് മാത്രം ഒതുക്കാൻ, ആ സ്നേഹം വെറുമൊരു ഉറൂസിന് മാത്രം കൊണ്ടാടാൻ, ദിവസവും ആ മഹാനവരിൽ ഫാത്തിഹ ഓതാൻ, ദിവസവും അവരെ ഓർക്കാൻ, കഴിവിന്റെ പരമാവധിയൊക്കെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണേ മുഅ്മിനേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്മളിതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടുന്നവരാണ്. പക്ഷേ നമ്മുടെ മക്കൾ നാളെ ഇതേപോലുള്ള ഉറൂസുകളെ കണ്ടേ, നമ്മുടെ മക്കൾ ഈ രൂപത്തിലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന നല്ല മക്കളായി വളരേണ്ട പ്രിയപ്പെട്ടവരെ. അതിനുള്ള മാർഗം ഇതുപോലുള്ള സദസ്സുകളിലേക്കൊക്കെ അവരെ അടുപ്പിക്കലാണ്, മഹാരകന്മാരായ മഹത്തുക്കളോടുകൂടെ അവരെ ചേർക്കലാണ്, ഈ മഹാന്മാരുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്യലാണ്, അവരോടുള്ള
എന്ന മതമൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെയും ആ രൂപത്തിലാക്കി വളർത്താൻ നമുക്ക് കഴിയണം. ഇന്ന് നമ്മൾക്ക് ഇതൊക്കെയുണ്ട്. ഒരു പക്ഷേ ഈ കാലഘട്ടം അത്രത്തോളം മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വിദഗ്ധത്തിന്റെ ആളുകള്, പ്രത്യേകിച്ച് മുജാഹിദുകൾ പോലെ തെളിയുന്ന ആളുകളൊക്കെ ഇന്ന് കൂടാൻ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രബോധനമായിട്ട് നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാലും, ആരൊക്കെ നമ്മളോട് എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീന് വിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാരഥന്മാരായ മഹത്തുക്കളും നമ്മുടെ മുൻകഴിഞ്ഞ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നൊരു മാർഗമുണ്ട്. ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ, ആ വഴിയിൽ നിന്ന് മാറിപ്പോകാതെ ഒരുപക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷേ ഹിദായത്ത് നഷ്ടപ്പെടാൻ, തെറ്റായ വഴിയിലേക്ക് പോകാൻ, നന്മയിലേക്ക് നമ്മൾ വരുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഇബ്ലീസിനല്ലാത്ത എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ ഭദ്രമാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മജ്‌ലിസിലേക്ക്, ഈ ഒരു ഉറൂസ് മുബാറക്കിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു സദസ്സ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണ്. ഒരുപാട് സഹോദരന്മാര് സഹോദരിമാരോട് പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ കൽബിലുള്ള ഒരേ ഒരു ചിന്ത പ്രിയപ്പെട്ട ഉപ്പാപ്പയോടുള്ള സ്നേഹമാണ്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ നൽകിയാലും, അതിനുവേണ്ടി നമ്മൾ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താലും, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കാൻ സാധിച്ചു ഈ മൈക്ക് സെറ്റിന്റെ പ്രിയപ്പെട്ട സഹോദരൻ 12 വർഷമായി ഇതിന്റെ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള നേട്ടമില്ലെങ്കിൽ ആദ്യത്തെ തവണ ചെയ്തിട്ട് പിന്നെ മനുഷ്യൻ ചെയ്യുമായിരുന്നോ? ഫസ്റ്റ് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആ മനുഷ്യനൊരു നന്മയും കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ വട്ടം ആ മനുഷ്യനത് ചെയ്യുമായിരുന്നോ? വേണ്ട, രണ്ടാമത്തെ വട്ടെങ്കിലും മൂന്നാമത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ഇതിൽ നിന്ന് പിന്മാറില്ലേ? പക്ഷേ അവരുടെ ജീവിതത്തിൽ അതിനുള്ള ഗുണമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നമ്മളിതുമായി സഹകരിച്ചാൽ, നമ്മളിതുമായി സഹായിച്ചാൽ തീർച്ചയായും അല്ലാഹുവിന്റെ പക്കൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഒന്നുമല്ലെങ്കിലും നാളെ ഒന്നുമല്ലാതെ നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ. ഒരു വിഭാഗം നരകത്തിലേക്ക് വെക്കോ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് വെക്കോ. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ, ആരോട് പറയണമെന്നറിയാതെ, കൈകാലുകൾ വരച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നരകം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോണോ? ഈ മഹാന്മാരുടെ കൂടെ കടന്നു പോണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് ഈ സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് നാളെ എങ്ങാനും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, സ്വർഗം നഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങാനും നരകത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് ഇവരെ പോലുള്ള മഹാരഥന്മാരായ മഹത്തുക്കളെ ത്യജിച്ചതിന്റെ പേരിൽ ഈ മഹാന്മാരൊക്കെ നമ്മളെ കാണാണ്ടിരിക്കോ, നമ്മൾ അറിയാണ്ടിരിക്കോ? കാരണം അവരെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. ഒരേ ഒരു കാരണത്താലാണ്, അവരെ അല്ലാഹു സ്നേഹിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. മറ്റൊരു അമലും നമ്മുടെ ജീവിതത്തിലില്ലെങ്കിലും ഈ മഹാന്മാരാണ് നമ്മളെ വഞ്ചിക്കില്ല കേട്ടോ. ഈ മഹാന്മാരാണ് നമ്മളെ ചതിക്കില്ല കേട്ടോ. അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ. അത് വെറും ഒരു ദിവസത്തെ സമയത്ത് മാത്രം ഒന്ന് കാട്ടിക്കൂട്ടൽ പരിപാടിയായിട്ട് നമ്മൾ ഞങ്ങൾ പാപ്പാനോട് സ്നേഹമുള്ള ആളുകളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന ആളുകളായി മാറാൻ പാടില്ല. നേരെ മറിച്ച് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എന്നോട് തന്നെ പല ആളുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ലഭിച്ച പലതരം അത്ഭുതകരമായ പല സംഭവങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ സ്നേഹിക്കാനും അത് തന്റെ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷാലോനോട് പറഞ്ഞ സമയം 9:20 9:20 അതുകൊണ്ട് ഷാലോനി കുറച്ച് ദിക്റുകളിൽ നമ്മൾ ദുആ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നുമില്ല, കുറച്ച് പേർക്കാണുള്ളത്. നമുക്ക് ദുആ ചെയ്ത് അല്പം ദിക്ർ ചൊല്ലിയിട്ട് ഇൻഷാല്ലാഹ് 9:40 നമുക്ക് പിരിയാം. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.